നമ്മുടെ നാടിനെക്കുറിച്ച്, നമ്മുടെ ഭാരതത്തെക്കുറിച്ച് ആരേലും എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് പ്രിയപ്പെട്ടവർ പ്രതികരിക്കേണ്ടത്? നല്ല രീതിയിൽ പ്രതികരിക്കണം. നല്ല കടുത്ത ഭാഷയിൽ പ്രതികരിക്കണം. കാരണം നമ്മൾ ഇന്ത്യക്കാരാണ്. ഇന്ത്യ നമ്മുടെ അഭിമാനമാണ്. ആ അഭിമാനമായ നമ്മുടെ രാജ്യത്തെ പറ്റി ആരെങ്കിലും മോശമായത് പറഞ്ഞാൽ പ്രതികരിക്കണം പ്രിയപ്പെട്ടവരെ. അതിനൊരു അവസരം വന്നിട്ടുണ്ട്. നിങ്ങളൊക്കെയും പ്രതികരിച്ചോ. പറഞ്ഞതാരാണെന്നല്ലേ? പറഞ്ഞത് സാക്ഷാൽ ഡൊണാൾഡ് ട്രംപ്. യൂത്ത് സോഷ്യലിൽ വന്നിട്ട് അദ്ദേഹം ഇന്ത്യക്കെതിരെ ഒരു പ്രസ്താവന. എന്താണ് പ്രസ്താവന എന്നുള്ളതല്ലേ? ഇന്ത്യയും ചൈനയും നരകക്കുഴികളാണെന്നാണ്. ഈ നരകക്കുഴികളിൽ നിന്നും കുറേ സ്ത്രീകൾ, അവർ ഗർഭിണികളായ സ്ത്രീകൾ വന്ന് അമേരിക്കയിൽ കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നു, എന്നിട്ട് പെറ്റുകൂട്ടി അവിടുത്തെ പൗരത്വം കരസ്ഥമാക്കുന്നു എന്ന് വളരെ മോശമായ രീതിയിൽ ഇന്ത്യയുടെ അഭിമാനത്തിന് കളങ്കം തട്ടുന്ന രീതിയിലുള്ള പ്രസ്താവന ഇതായിരുന്നല്ലേ. ട്രംപ് എന്ന് പറഞ്ഞാലേ എന്തോ ഒരു സ്നേഹമാണ്. സ്നേഹം ഇങ്ങോട്ട് ഒലിക്കും. ട്രംപിനെ കുറിച്ച് ആരെങ്കിലും എന്തായാലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ പ്രതികരിക്കാനായിട്ട് കുറേ എണ്ണം വീഡിയോയുടെ താഴെ വരും. എന്നിട്ട് എന്നെ തെറി വിളിക്കും. ട്രംപ് അമേരിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അമേരിക്ക എന്ന് പറഞ്ഞാൽ ഇറാനാണ് നശിക്കേണ്ടത്, ഇറാനാണ് നശിക്കേണ്ടത് എന്ന് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുറേ എണ്ണം ഉണ്ടല്ലോ. അവരൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഇപ്പോ ട്രംപിന്റെ ദോസ്ത് ആരാന്നറിയോ? ഇന്ത്യയല്ല. ഇപ്പൊ ട്രംപിന്റെ ദോസ്ത് പാകിസ്ഥാനാണ്. നമ്മുടെ ശത്രുവാണ് ഇന്നിപ്പോ അവരുടെ ദോസ്തായിട്ട്. കാരണം എന്താ? ഇറാനായിട്ടുള്ള യുദ്ധത്തിന് മധ്യസ്ഥത വഹിച്ചേക്കണ അവരാണല്ലോ. ഇപ്പൊ അവര് പറഞ്ഞത് കൊണ്ടാണ് ഇപ്പൊ പിന്നെയും വെടിനിർത്തല് കരാറ് പിന്നെയും നീട്ടിയേക്കണത്. പാകിസ്ഥാൻ പറഞ്ഞത് കൊണ്ടാ. അപ്പൊ ഇന്ത്യയോട് വെറും തന്നികേട് മാത്രം. അപ്പോഴും നമ്മൾ സ്നേഹം ഒലിപ്പിച്ചോളേ. പക്ഷെ ഈ പ്രസ്താവനക്കേ ഒരാൾ നല്ല മറുപടി കൊടുത്തിട്ടുണ്ട്. ആരാന്നല്ലേ? ഇറാൻ തന്നെ. സാക്ഷാൽ ഇറാൻ തന്നെ. ഇറാൻ പറഞ്ഞതേ, മിസ്റ്റർ ട്രംപ്, ഇന്ത്യ ആഖെ ദേക്കോ ഫിർ ബോലോന. ആദ്യം നിങ്ങളെ ഇന്ത്യയെ ഒന്ന് നോക്ക്, ഇന്ത്യയെ ഒന്ന് പഠിക്ക്. അവിടെ പോയി 2 ദിവസമൊക്കെ ഒന്ന് നിന്ന് ഇന്ത്യയുടെ സംസ്കാരം എന്തെന്ന് അറിയി, എന്നിട്ട് പറയ്. ഭാരതത്തിന്റെ മഹത്തായ സംസ്കാരത്തെക്കുറിച്ച് ഒന്ന് പഠിക്കാനാണ് ഇറാൻ ട്രംപിനോട് പറഞ്ഞത്. സ്വന്തം രാജ്യത്തെ കുറ്റകൃത്യങ്ങളും വംശീയതുമൊക്കെ മറച്ചു വെക്കാനായിട്ട് മറ്റുള്ള രാജ്യത്തെ ചെളിവാരി എറിയുന്നത് അതൊന്ന് അവസാനിപ്പിക്കും ട്രംപ് ഭായി. കോവിഡ് കാലത്ത് ലോകത്ത് മുഴുവനും വാക്സിൻ നൽകിയതും അതുപോലെ തന്നെ ബഹിരാകാശത്ത് വിസ്മയങ്ങൾ തീർത്തുകൊണ്ടിരിക്കുന്നതേ നിങ്ങൾ ഈ പറയുന്ന നരകക്കുഴി എന്ന് പറയുന്ന നിങ്ങൾ വിശേഷിപ്പിച്ച അതേ ഇന്ത്യ തന്നെയാണ് മിസ്റ്റർ ട്രംപ് ഭായി. ഒരു രാജ്യത്തെയും ആ രാജ്യത്തെ ജനങ്ങളെയും അവരുടെ സംസ്കാരത്തെയും ഒക്കെ നിന്ദിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്നതേ അത് ജനാധിപത്യ വിരുദ്ധമാണ് ട്രംപ് ഭായി. ആണ് ട്രംപ് ഭായി, ജനാധിപത്യ വിരുദ്ധം തന്നെയാണ്.